നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിഗൽ. ഇത് നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. അടുത്ത ആഴ്ച തന്നെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഇത്ര അധികം വോളറ്റൈലായിട്ടുള്ളൊരു ആഴ്ച നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മാർക്കറ്റ് ഫോൾ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, മാർക്കറ്റ് റാലി ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ 200 പോയിന്റ് ഫോളോ ചെയ്യുകയും നിഫ്റ്റിയുടെ ഫാർ OTM 2 രൂപയിൽ നിന്ന് ഏകദേശം ഒരു 200 രൂപ വരെയൊക്കെ ഒരു സ്പൈക്ക് ചെയ്തു പോകുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടിട്ടില്ല. ഇതേപോലെ തന്നെ ഇതിനു മുമ്പുള്ള തിങ്കളാഴ്ച ദിവസവും മിഡ് ക്യാപ്പ് നിഫ്റ്റിയിലും ഈ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. FISൻ്റെ ഭാഗത്തു നിന്നുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഫ്രൈഡേ ആണ്, 8,000 കോടി രൂപയുടെ ഒരു സെല്ല് കണ്ടു. അതിനുശേഷം ലാസ്റ്റ് വീക്ക് 4 ദിവസത്തെ ട്രേഡിംഗ് ഡേ ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. തിങ്കളാഴ്ച തന്നെ മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. പല ഇഷ്യൂസും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ ഇഷ്യൂസ് നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഫർദറായിട്ടുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് മുതിരില്ല. ഇരു രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വെച്ച് ഈ ഒരു പ്രശ്നം തീരുകയാണെങ്കിൽ മാർക്കറ്റിന് വളരെയധികം ഗുണകരമാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണുമ്പോൾ ഫ്രൈഡേ ക്ലോസിങ്ങിൽ നിന്ന് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം 22,400 എന്ന റേഞ്ചാണ് തിങ്കളാഴ്ച ട്രേഡ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഫോളോ ചെയ്തു. ചൊവ്വാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസം ഫർദറായിട്ട് ഫോളോ ചെയ്തു. വ്യാഴാഴ്ച ദിവസം ഹെവി ഗ്യാപ് ഡൗൺ, 300 പോയിൻ്റ് ഗ്യാപ് ഡൗൺ. അതിനുശേഷം വെള്ളിയാഴ്ച ദിവസം തിരിച്ച് ശക്തമായിട്ട് മാർക്കറ്റ് കയറി 22,149 ക്ലോസ് ചെയ്തു. തിങ്കളാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റി ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്ന് 1000 പോയിൻ്റ് അടുത്ത് നിഫ്റ്റി ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 22,150 എന്ന റേഞ്ചിൽ, അതായത് 22,000 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റി എന്നുള്ളതാണ്. അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിഫ്റ്റി 22,000 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി വരും ആഴ്ചയിൽ ഓൾറെഡി തന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള HDFC ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. ഫ്ലാറ്റായിട്ടുള്ള റിസൾട്ടാണ്. അതായത് വലിയ നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനും ഇല്ല, പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനും ഇല്ല. അതുപോലെ തന്നെ റിലയൻസിൻ്റെ ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് തിങ്കളാഴ്ച ദിവസം വരികയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിഫ്റ്റിയിൽ വെയിറ്റേജ് ഉള്ള 2 കമ്പനികളുടെ റിസൾട്ടും ഇനി മുന്നോട്ട് വലിയ കോർപ്പറേറ്റ് റിസൾട്ടുകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളതെങ്കിൽ സെയിം അവസ്ഥയാണ് തന്നെയാണ് US മാർക്കറ്റിലുള്ളത്. US മാർക്കറ്റിലും അവിടെ റിസൾട്ട് കാലഘട്ടമാണ് വരുന്നത്. കൂടാതെ തന്നെ നമ്മളുടെ ലോക്സഭാ ഇലക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആണ് ഇനി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റുള്ള ഘടകം. ഇനി നമുക്ക് മറ്റുള്ള പോയിന്റുകളിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞായറാഴ്ച നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ക്ലാസ്സിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ന്യൂസ് വന്ന് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ച് പോയി വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അടുത്ത ആഴ്ചകളിലായിട്ട് കൊച്ചിയിലും കോഴിക്കോടും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും സ്വിംഗ് ട്രേഡും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് ഏറ്റവും താഴെ നാസ്ഡാക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 2% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ ഡോ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിരുന്നു. UK പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US മാർക്കറ്റിൽ ഡോ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം നമുക്ക് അത് ഗുണകരമാണ്. ബുൾസിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലും എല്ലാം തിരിച്ചു കയറിയിട്ടുണ്ട്. വിപ്രോയുടെ നല്ല റിസൾട്ട് കാരണം വിപ്രോ ഏകദേശം ഒരു 5% അടുത്ത് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. HDFC ബാങ്ക് 3% അടുത്ത് റാലിയിലാണ് ഉള്ളത്. രണ്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റിലയൻസും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം റിസൾട്ട് വന്ന HDFC റിസൾട്ട് ആക്ച്വലി ഇന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പ് തന്നെ US മാർക്കറ്റിൽ റാലി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വിപ്രോയുടെ മികച്ച റിസൾട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിപ്രോ ഏകദേശം ഒരു 5% റാലിയും രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ നിൽപ്പ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയിലെ ക്ലോസിംഗ് കാണാം. വെള്ളിയാഴ്ചയിലെ ക്ലോസിംഗിൽ നിന്ന് 22,200 എന്ന നിലയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അതായത് വെള്ളിയാഴ്ചയിലെ ക്ലോസിംഗിൽ നിന്ന് ഏകദേശം ഒരു 50 പോയിന്റ് ഉയർന്ന രീതിയിലാണ് നിഫ്റ്റിയുടെ നിൽപ്പ്. അപ്പോൾ
ചുരുക്കം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഫർദർ ആയിട്ടുള്ള എസ്കലേഷന് അവർ മുതിരില്ല എന്നുള്ളതാണ്. അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് മാർക്കറ്റിൻ്റെ ഗതി തീർച്ചയായിട്ടും തിങ്കളാഴ്ച വരുന്ന റിലയൻസിൻ്റെ റിസൾട്ടും മറ്റുള്ള കോർപ്പറേറ്റ് ഏർണിങ്സും ആണ്. വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന പോയിന്റുകളിൽ യു.എസിൽ നിന്ന് ഏപ്രിൽ 23-ാം തീയതി ബിൽഡിംഗ് പെർമിറ്റ് 17:30, അതായത് ഏകദേശം ഒരു 5:30-നും മാനുഫാക്ചറിംഗ് PMI വരുന്നുണ്ട്. സമയം ഞാൻ അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏപ്രിൽ 22-ാം തീയതി ചൈനയിൽ നിന്നുള്ള ലോൺ പ്രൈം ഡേറ്റയും യൂറോസോണിൻ്റെ യൂറോ ഗ്രൂപ്പ് മീറ്റിംഗും ഉണ്ട്. കൂടാതെ തന്നെ ഏപ്രിൽ 23-ാം തീയതിയാണ് യു.എസിൽ വരുന്ന 2 ഇവൻറ്റും യൂറോസോണിൻ്റെ സർവീസ് PMI, ജർമ്മനിയുടെ മാനുഫാക്ചറിംഗ് PMI, UK-യിലെ മാനുഫാക്ചറിംഗ് PMI ഉള്ളത്. 24-ാം തീയതി ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് യു.എസിൽ നിന്ന് വരുന്നുണ്ട്. ജർമ്മനിയുടെ ബിസിനസ് ക്ലൈമറ്റ് ഡേറ്റ വരുന്നുണ്ട്. ഏപ്രിൽ 25-ാം തീയതി യു.എസിൽ നിന്ന് GDP-യും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. ഏപ്രിൽ 26-ാം തീയതി PCE പ്രൈസ് ഇൻഡെക്സും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് യു.എസിൽ നിന്നുള്ള GDP ഡേറ്റ തന്നെയാണ്. കൂടാതെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലെ PMI ഡേറ്റാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട്. കൂടാതെ തന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസും IPO ഡീറ്റെയിൽസും ബ്രേക്കൗട്ട് സ്റ്റോക്കുകളും അങ്ങനെയുള്ള F&O ബാൻസും റിസൾട്ട് അനൗൺസ്മെൻറ്റും റിസൾട്ട് വരുന്ന കമ്പനികൾ ഏതൊക്കെ ദിവസമാണെന്ന് കാണിക്കുന്ന റിസൾട്ട് കലണ്ടറും മാർക്കറ്റ് ഹോളിഡേ, അങ്ങനെ സകലമാന കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള ബിസ്മേറ്റ് ട്രേഡിങ്ങിലെ ട്രേഡ് ബഡി ടാബിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ആവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം HDFC ബാങ്കിൻ്റെ റിസൾട്ടാണ്. പ്രോഫിറ്റ് ഏകദേശം 37% വർദ്ധിച്ചത്, 16,512 കോടി രൂപ. 24% നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് അല്ല ക്വാർട്ടർ ടു ക്വാർട്ടർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ പോസിറ്റീവാണ്, വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി സ്ട്രീറ്റ് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണെന്നുള്ളതാണ് HDFC ബാങ്കിനെ കുറിച്ച് അനലിസ്റ്റുകളുടെ കമൻറ്റ്. എന്നാൽ വിപ്രോയുടെ സ്ഥിതി അതല്ല. വിപ്രോ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 8% ഇടിഞ്ഞ് 2,835 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3,000-ൽ നിന്നാണ് 2,835-ലേക്ക് ഇടിഞ്ഞിട്ടുള്ളതെങ്കിൽ കൂടിയും സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത് ഏകദേശം 2,748 കോടി രൂപയായിരുന്നു. അപ്പോൾ സ്ട്രീറ്റ് എസ്റ്റിമേഷനേക്കാൾ 1,000 കോടി രൂപ ഉയർന്നത് കൊണ്ട് വിപ്രോയുടെ റിസൾട്ട് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടായിട്ട് കണക്കാക്കപ്പെടുന്നു. അൾട്രാടെക് സിമെൻറ്റ് ഇവർ 315 കോടി രൂപയ്ക്ക് സിമെൻറ്റ് ഗ്രൈൻഡിങ് യൂണിറ്റ് വാങ്ങുന്നുണ്ട് ഇന്ത്യ സിമെൻറ്റിൽ നിന്നുള്ള ന്യൂസ്. സൊമാറ്റോക്ക് ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് 12 കോടി രൂപയുടെ. NTPC അവർ ഇൻഡസ് ടവറായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളൊരു ന്യൂസ്. NTPCയുടെ ജാർഖണ്ഡിലുള്ള പ്ലാന്റിൽ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ളത് മറ്റൊരു ന്യൂസ്. ബൻസാല എഞ്ചിനീയറിംഗ് കമ്പനി 14 കോടി രൂപയിൽ നിന്ന് 41 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. കമ്പനി 1 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. നാഷണൽ ഫെർട്ടിലൈസർ കമ്പനി ഗവൺമെൻറ് കമ്പനിക്ക് നവരത്ന സ്റ്റാറ്റസ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. ജിയോ ഫിനാൻസ് കമ്പനി 294 കോടി രൂപയിൽ നിന്ന് 311 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ലോറസ് ലാബ് വിശാഖപട്ടണത്തിനുള്ള അവരുടെ പ്ലാന്റ് US-ലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. പോസിറ്റീവായിട്ട് ഇൻസ്പെക്ഷൻ അവസാനിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ കമ്പനി അനൂക് എനർജി ആയിട്ട് ടാറ്റ സ്റ്റീൽ അമാൽഗമേഷൻ, അതായത് 2 കമ്പനി ഒന്നായി എന്നുള്ള ന്യൂസ്. ആദിത്യ ബിർള ഫാഷൻ മദുരയിലുള്ളവരുടെ ബിസിനസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആദിത്യ ബിർള സൺ ലൈഫ് എന്ന ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനീസായിട്ട് മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. HDFC AMC കമ്പനി 376 കോടി രൂപയിൽ നിന്ന് 541 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. KPI ഗ്രീൻ എനർജി കമ്പനി 5 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി 5:1 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്റ്റോക്ക് 5 സ്റ്റോക്കായിട്ട് മാറും. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2,590 കോടി രൂപയിൽ നിന്ന് 21% പ്രോഫിറ്റ് ഇടിഞ്ഞ് 2,000 കോടി രൂപയായി. RVNL ഏകദേശം 440 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ളൊരു ന്യൂസാണ് ആസ് ഓഫ് നൗ ഉള്ളത്. നാളെ രാവിലെ 7:00 നമ്മൾ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്തും. അപ്പോൾ നമ്മൾ രാവിലെ ഉള്ള മാർക്കറ്റിൻ്റെ അവസ്ഥയും പുതിയ സ്റ്റോക്ക് ന്യൂസുകളും നിഫ്റ്റിയുടെ മറ്റുള്ള ഇൻഡെക്സിൻ്റെ എല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 7:00 നമ്മൾ പ്രീ മാർക്കറ്റ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.